കുറച്ച് മുമ്പൊക്കെ എനിക്കൊരു പതിവുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ കയറിയാൽ ബിരിയാണി റൈസ് വാങ്ങും, അതുപോലെ ചിക്കൻ വറുത്ത് വെച്ചൊക്കെ ഉണ്ടാക്കും, കുറച്ച് വലുപ്പത്തിലൊക്കെ ഉള്ള കഷ്ണങ്ങൾ അത് വാങ്ങിക്കാം. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഈ കുറച്ച് ഗ്രേവി, ചിക്കൻ്റെ തന്നെ ഗ്രേവി കിട്ടും. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയത് ഇതും വാങ്ങിക്കും. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം കൂടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിരിയാണി പോലെ തന്നെ ആയി. അപ്പോൾ ഞാനിത് ഒക്കെ വേറെ വേറെ വാങ്ങിയിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എല്ലാം കൂടി വേറെ ചേർത്തിട്ട്, അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇന്ന് നമുക്ക് ഇവിടെ ചിക്കൻ പാർട്സ് അത് വരട്ടിയതാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ കുറേ ആയി ചിക്കൻ പാർട്സ് ഒക്കെ വാങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ പാർട്സ് മാത്രമാണ്. എനിക്ക് പിന്നെ ഞാൻ വെച്ചാൽ നെയ്ച്ചോറ്, അമ്മയ്ക്ക് പിന്നെ പൊതുവെ അങ്ങനെ നെയ്ച്ചോറ് ഇഷ്ടമല്ല. അപ്പോൾ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങുന്ന നെയ്ച്ചോറുണ്ട്. ഈ നെയ്ച്ചോറും ചിക്കൻ പാർട്സുമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇന്നിപ്പോൾ ഇത് ചിക്കൻ പാർട്സ് അതിവിടെ, പിന്നെ അതിൻ്റെ മറ്റ് ചേരുവകളും അതിലേക്കുള്ള അതൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് വലിയതാണ്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിക്കാനുള്ളതാണ്, മുറിച്ചെടുക്കണം. 1/2 കിലോനാണ് വാങ്ങിയത് ആകെ. അപ്പോൾ ഈ ഇതൊക്കെ എന്നുണ്ട് മുറിച്ചെടുക്കാണ്ട് അതിൽ കുറച്ച് നമ്മൾ ഇതുപോലത്തുള്ള കഷ്ണങ്ങൾ പൂച്ചയ്ക്കും കൂടിയും കൂട്ടിയിട്ടാണ് വാങ്ങിയത്. അതൊക്കെ പൂച്ചയ്ക്ക് കൊടുത്തു. അതിൻ്റെ ശേഷമുള്ളതാണിത്. എനിക്ക് പാർട്സ് പിന്നെ അധികം വേണ്ട, കുറച്ച് മതി. ഇതൊക്കെ ഒന്ന് മുറിക്കട്ടെ. ഇതുപോലുള്ള കഷ്ണം ഒന്ന് ചെറുതാക്കി മുറിച്ചത് കുറച്ച് പൂച്ചയ്ക്ക് ഒന്ന് കൊടുത്തു. പിന്നെ ഇതാ ഇതൊക്കെ ഒന്ന് മുറിക്കാം. ഇതുപോലത്തെ കഷ്ണങ്ങളാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം, നല്ല സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ അതിവിടെ ആയി. പിന്നെ മറ്റ് കഷ്ണങ്ങളൊക്കെ നമ്മൾ തോലൊക്കെ ചെത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ പാർട്സാണ്. സത്യത്തിൽ ചിക്കൻ പാർട്സ് മാത്രം ഇപ്പോൾ കുറേ ആയിട്ടുണ്ടാവും വെച്ചിട്ട് ഇങ്ങനെ കറിയാക്കിയിട്ട്. കറിയെല്ലാം ഇന്നിപ്പോൾ വരട്ടാണ്. എന്നാലും അത് ഇപ്പോൾ സാധാരണ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന 1-2 കഷ്ണങ്ങളല്ലേ. ഇന്നിപ്പോൾ ഇത് മാത്രമാണ്. അപ്പോൾ ഉള്ളി, പച്ചമുളക് അതൊക്കെ നുറുക്കണം. പിന്നെ അതിലേക്ക് തക്കാളി, അമ്മയ്ക്ക് പിന്നെ അങ്ങനെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ചിക്കൻ പാർട്സ്. എനിക്ക് പിന്നെ നല്ല ഇഷ്ടമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അധികം വാങ്ങാത്തത്. പിന്നെ അമ്മയ്ക്ക് ആയിട്ട് പിന്നെ വേറെ കഷ്ണങ്ങൾ വാങ്ങണ്ടല്ലോ വെച്ചിട്ട് ഇന്ന് പിന്നെ അമ്മ ഏതായാലും ഇത് കഴിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വാങ്ങിയത്, ഇത് മാത്രമായിട്ട്. അല്ലെങ്കിൽ സാധാരണ ചിക്കൻ്റെ കഷ്ണങ്ങളും കുറച്ച് വാങ്ങിക്കും. ഇന്നിപ്പോൾ അതൊന്നുമില്ല, ഇത് മാത്രം. ഇപ്പം എല്ലാം ഇവിടെ ഉണ്ട്, കഷ്ണങ്ങൾ നുറുക്കി വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് പാത്രം വയ്ക്കാം. നമ്മൾ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. അത് ചൂടായ ശേഷം നമുക്ക് ഇനി ഉള്ളിയും പച്ചമുളകും നല്ല പോലെ വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാണ്ട് അത് ചേർക്കാണ്. പിന്നെ മല്ലിപ്പൊടി അത് ചേർക്കാം. ഇനി തക്കാളി നുറുക്കി വെച്ചത് അത്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, സാധാരണ പിന്നെ വഴറ്റി വയ്ക്കുന്ന അതേപോലെ. പിന്നെ ഗരം മസാല, അതുപോലെ നമുക്ക് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നല്ല രസമാണ് ഈ ചിക്കൻ പാർട്സ് വയ്ക്കുമ്പോൾ. അത് മാത്രമൊക്കെ ചേർത്ത് നല്ല പോലെ പുരട്ടിയെടുക്കുമല്ലോ നമ്മൾ. ഇത് ചിക്കൻ പാർട്സ് പുരട്ട് എന്ന് പറഞ്ഞ പോലെ അതൊക്കെ നല്ല രസമാണ്. കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ടു. ഇനിയിപ്പോൾ പാർട്സ് കഷ്ണങ്ങൾ അത് ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചാണ് ആദ്യം തന്നെ. അപ്പോൾ അത് അതിൽ ചേർക്കാം. ഉപ്പ് നമ്മൾ ചേർത്തതാണ്.
എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇനി ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നേരത്തെ ചേർത്ത് തന്നെയാണ്. കണ്ടോ, വറ്റി വരും. പിന്നെ കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ വെന്ത് കഴിഞ്ഞത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതാ നേരെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം കറിവേപ്പില ഇട്ടിട്ട് നല്ല പോലെ അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഈ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത് അത് നല്ലപോലെ വെന്തിട്ടുണ്ട്, അത് ഇതിലിട്ട് ഇളക്കിയെടുക്കാം. ഇത് പിന്നെ കുറച്ചേ ഉള്ളൂ, കുറച്ചത് കഴിക്കുള്ളൂ, അങ്ങനെ അധികം കഴിക്കില്ല. ഞങ്ങൾ ഇഷ്ടമാണെങ്കിലും അങ്ങനെ അധികം കഴിക്കില്ല, ഞാൻ കുറഞ്ഞ അളവിൽ. കണ്ടോ നല്ല പോലെ ഇതാ കൊണ്ട് വലിച്ചെടുത്തു. അപ്പോൾ നമ്മൾ കഴിക്കായി. അമ്മയ്ക്ക് കൊടുക്കാം. കണ്ടോ നല്ല. ഇനി പപ്പടം കാച്ചിയത് അപ്പോൾ ഞാനേതായാലും ഹോട്ടലിൽ നിന്ന് നമ്മളെ പതിവ് നെയ്ച്ചോറ് പാർസൽ വാങ്ങി. 50 രൂപേൻ്റെ നെയ്ച്ചോറാണിത്. അപ്പോൾ അത് എടുക്കട്ടെ. ഞാൻ നല്ല ചൂടോടുകൂടി വാങ്ങിയതാണ്. ഒരു 11:45 പോയി വാങ്ങിക്കൊണ്ടുവന്നാണ്. അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ്. കണ്ടോ, ഇത്ര ഉണ്ടാവും. അമ്മയ്ക്ക് പിന്നെ ചോറാണ്. അമ്മയ്ക്ക് പിന്നെ അങ്ങനെ നെയ്ച്ചോറ് വലിയ താല്പര്യമില്ല, അങ്ങനെ കഴിക്കില്ല. എന്തായാലും അമ്മയ്ക്ക് ലേശം കൊടുത്തു നോക്കാം ഇന്ന്. ഇടയ്ക്ക് അമ്മയ്ക്ക് ഇതൊന്ന് കാണുമ്പോൾ ആ ഒരു വാസനയൊക്കെ ഇട്ടേ എന്തായാലും ഇന്ന് വേണം എന്നുള്ള രൂപത്തിലാണ്. ഇനിയിപ്പോൾ ഞാൻ അതാ അതിലേക്ക് പൾസ് വരട്ടിയത്, പിന്നെ പപ്പടം കാച്ചിയതും. ഇനി എനിക്കിതാ അതിൻ്റെ പാർസലിൽ കിട്ടിയതാണ്. അച്ചാറും സലാഡൊക്കെ ഉണ്ട്. ചിക്കൻ പാർട്സ് ഇങ്ങനെ വെച്ചാൽ നെയ്ച്ചോർക്ക് നല്ല നല്ല ഗ്രേഡ് കോമ്പിനേഷനാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.